അങ്ങനെ നമ്മുടെ പുതിയ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടു, ആപ്പിളിൻ്റെ പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ആകുന്നുണ്ട്, ഏതൊക്കെയാണ് എന്തൊക്കെയാണ്. അതേപോലെ തന്നെ ആപ്പിളിൻ്റെ പുതിയ പ്രൊഡക്റ്റുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത പോലെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ബാക്കി കാര്യം വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ഈ ഒരു കൊല്ലം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഹീറ്റ് ചെയ്യണം. 1 മില്യൺ നിങ്ങളെ കൊണ്ട് ചിന്തിച്ചാൽ അതെ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അവിടെ നിന്ന് അറിയാൻ പറ്റും. സോ ദിസ് ഇസ് ജെബിൻ സേഫിയ. വെൽക്കം ബാക്ക് ടു എവിക. കുറേ പേർക്കുള്ള ഡൗട്ടാണ്, മാർച്ച് 4-ാം തീയതി എന്ന് പറഞ്ഞിട്ട് മാർച്ച് 2-ാം തീയതി ആയപ്പോഴത്തേക്കും ആപ്പിൾ ലോഞ്ച് ചെയ്തല്ലോ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ മാർച്ച് 4-ാം തീയതി ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ് ആപ്പിൾ പറയുന്നത്. പക്ഷേ ആപ്പിൾ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നത് 2, 3, 4 എന്നീ പറഞ്ഞ തീയതികളിലായിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ന് ലോഞ്ച് ചെയ്ത കുറച്ചധികം പ്രൊഡക്റ്റുകൾ നോക്കാം. ഒന്നാമത്തെ ഐപാഡ്, രണ്ടാമത്തെ ഐഫോൺ, മൂന്നാമത്തെ കുറച്ചധികം ആക്സസറീസ്. ഐപാഡ് ആയിട്ട് നോക്കാം. ഐപാഡ് M4 എയർ എന്ന് പറഞ്ഞ മോഡലാണ് ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. വലിയ മാറ്റങ്ങൾ ബോഡിയിലോ ബാക്കി കാര്യങ്ങളിലോ ഒന്നും ലുക്കിൽ പോലും വന്നിട്ടില്ല. ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ പോലും കഴിഞ്ഞ കൊല്ലം ഐപാഡിലുണ്ടായ സെയിം വാൾപേപ്പറും ബാക്കി കാര്യം തന്നെയാണ് ഈ ഒരു കൊല്ലം വന്നിരിക്കുന്നത്. പക്ഷേ ഉള്ളിൽ ഉപയോഗിക്കുന്ന ആ ഒരു ബൂസ്റ്റർ ആയിട്ടുള്ള ചിപ്സെറ്റ് M4 ആയിട്ട് ആപ്പിൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് iPhone 17e എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ ഇപ്പം പറയാലോ, ആപ്പിളിൻ്റെ അത്രയും തൊലിക്കെട്ടി ഈ ഒരു കൊല്ലത്തും 2026-ലും സിംഗിൾ ക്യാമറ വെച്ചുകൊണ്ട്, അതും നോച്ച് വെച്ചുകൊണ്ട് റിലീസ് ചെയ്യുന്ന ഒരേ ഒരു ഡിവൈസ് iPhone 17e ആയിരിക്കും. അത് നിങ്ങൾ ഓർത്തു പോകുക, സിംഗിൾ ക്യാമറ 2026-ലാണ് ലോഞ്ച് ചെയ്യുന്നത്, അതും ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി. സോ അതിന് അത്യാവശ്യം നല്ല കറേജ് വേണം. ആൾക്കാർ ഇഷ്ടം പോലെ പൊങ്കാലിടാൻ വരും, ശ്രദ്ധിച്ചോ. പക്ഷേ ആപ്പിൾ നോ ഇറ്റ്സ് എ സ്ട്രാറ്റജി, ആപ്പിൾ നോ ഇറ്റ്സ് ഗോണ ഹിറ്റ്. കാരണം ഈ ഒരു വട്ടം വന്നിരുന്ന iPhone 17e കുറച്ചധികം ബെനഫിഷ്യലായ അഡ്വാൻറ്റേജ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഒന്നാമത്തെ മാക്സേഫ് സപ്പോർട്ട് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സേഫിൻ്റെ എല്ലാ ആക്സറീസും അതോടൊപ്പം തന്നെ ഗാഡ്ജറ്റ്സും ഈ ഒരു ഐഫോണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വയർലെസ് ചാർജിങ് 15 വാട്ട്സ് വരെയാണ് ഈ ഒരു ഡിവൈസിൽ ആപ്പിൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ ആക്സസറീസും കേസുകളും ബാക്കി എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ നമുക്ക് അൺലോക്ക് ആയിട്ടുണ്ട്. അടുത്തൊരു കാര്യം, ഈ ഒരു ഡിവൈസിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റിൽ കുറച്ചധികം മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. എപ്പോഴും നമുക്കറിയാവുന്ന പോലെ ഒരു ചെറിയ ട്വീക്കിംഗ് ഈ ഒരു ചിപ്സെറ്റിൽ ഉണ്ടാവും. A90 എന്ന ചിപ്സെറ്റ് ആണെങ്കിലും 4 കോർ GPU ആണ് ഈ ഒരു ഡിവൈസിൽ ന്യൂറൽ ആക്സലറേഷന് ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 17-നെക്കാട്ടും ഒരു പടി താഴത്തായിരിക്കും 17e എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ്. അതോടൊപ്പം C1X എന്ന ചിപ്സെറ്റും ഈ ഒരു ഡിവൈസിൽ ആപ്പിൾ വയർലെസ് ടെക്നോളജി കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ മാക്സിമം ഈ പറയുന്ന ബാറ്ററി ജ്യൂസ് കൺസ്യൂം ചെയ്യാതിരിക്കാനും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിവൈസ് പെർഫോമൻസിനുമാണ് ഈ 2 ചിപ്സെറ്റും കൂടെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം നോക്കുമ്പോൾ ഡിസ്പ്ലേ ഇപ്പോഴും 60 ഹെർട്സിൽ സ്റ്റക്കാണ്. അതോടൊപ്പം നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ല, ആൻഡ് അഡാപ്റ്റീവായ റിഫ്രഷിംഗ് റേറ്റ് ഇല്ല എന്നീ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു ഡിവൈസിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ സൂപ്പർ റെറ്റിന എക്സ്ട്രാ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിൽ ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. ഔട്ട്ഡോർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 800 നിറ്റ്സ് വരെയായിരിക്കും ഈ ഒരു ഡിവൈസിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. അതോടൊപ്പം 2nd ജനറേഷൻ ഓഫ് സെറാമിക് ഷീൽഡാണ് ഈ ഒരു ഡിവൈസിൽ ഡിസ്പ്ലേയുടെ പൊക്കത്തോട്ട് ചെയ്യുന്ന കോട്ടിംഗ് എന്ന് പറയുന്നത്. കോട്ടിംഗ് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഗാർഡ് എന്ന് പറയുന്നത്. സോ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടും ഈ ഒരു ഡിവൈസ് അത്യാവശ്യം നല്ല രീതിക്ക് ആപ്പിൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കാം. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റിൽ ഓൺ 12 മെഗാ പിക്സൽ ഓൺ ഫ്രണ്ട് ക്യാമറ, 48 മെഗാ പിക്സലാണ് ഫ്യൂഷൻ ക്യാമറ എന്നുള്ള പേരിൽ ആപ്പിൾ ഈ ഒരു ഡിവൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 12 മെഗാ പിക്സൽ ആയതുകൊണ്ട് കുഴപ്പമുണ്ടോ വെച്ചാൽ അങ്ങനെ നമുക്ക് കുഴപ്പം പറയാൻ പറ്റില്ല. 16 സീരീസിലൊക്കെ നമുക്ക് 12 മെഗാ പിക്സലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാലും എല്ലാവരും കരുതുന്നത്, ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെ കരുതുന്നത് 18 മെഗാ പിക്സലിലെ സെൻട്രൽ സ്റ്റേജ് സപ്പോർട്ടുള്ള ക്യാമറ സെൻസർ കൊണ്ടുവരും എന്നാണ് കരുതുന്നത്. ബിക്കോസ് ഡിവൈസിൻ്റെ ആ ഒരു അപ്ഗ്രഡേഷൻ വന്നപ്പോൾ എല്ലാവരും ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് വല്ലാണ്ട് നോക്കിയിരുന്നു. പക്ഷേ
അൺഫോർച്ചുനേറ്റ്ലി 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ബാക്കിൽ 48 മെഗാ പിക്സൽ ക്യാമറ ആണ്. ഈ ഒരു ക്യാമറയിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തതിന് ശേഷം ഈ പറഞ്ഞ ഫോക്കസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. 2x നിങ്ങൾക്ക് ടെലിഫോട്ടോ ക്യാമറ ഉണ്ടാവും. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽ ലഭിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് വേർഷൻ അല്ല, അതിന് പ്രീവിയസ് ജനറേഷനായുള്ള അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ ഫോട്ടോഗ്രാഫിക് സ്റ്റൈലും ഈ ഒരു 17E എന്ന ഡിവൈസിലും ലഭിക്കുന്നുണ്ട്. കളേഴ്സ് വരുന്നത് കഴിഞ്ഞ കൊല്ലം 16ൽ 2 കളേഴ്സാണ് ആപ്പിൾ അവൈലബിൾ ആക്കിയത്. ഒന്ന് ബ്ലാക്കും പിന്നെ വൈറ്റും. ഈ ഒരു വട്ടവും ബ്ലാക്കും വൈറ്റും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സോഫ്റ്റ് പിങ്ക് എന്നീ പറയുന്ന ഒരു കളറും കൂടെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മേ ബി ഇത് ഒരു എന്താ പറയുക ഫീമെയിൽ സെൻട്രിക് ആയിട്ട് വിറ്റുപോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടായിരിക്കും iPhone 17eയിൽ സോഫ്റ്റ് പിങ്ക് എന്ന കളറ് ആപ്പിൾ ഫോക്കസ് ചെയ്ത് റിലീസ് ചെയ്തത്. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഡിവൈസുകളിൽ ഇതേപോലെ കളർഫുള്ളായ കാര്യങ്ങൾ വരാം എന്നും ഇൻഡിക്കേറ്റ് ചെയ്ത് ആപ്പിൾ ഈ ഒരു ഡിവൈസിൽ കളർ കൊണ്ടതും ആവാം. പിന്നീട് ഈ ഒരു ഡിവൈസ് എന്ന് ഓർഡർ ചെയ്യാം, എന്ന് അവൈലബിൾ ആകും എന്ന് ചോദിച്ചാൽ മാർച്ച് 4 ആപ്പിളിൻ്റെ എല്ലാ വെബ്സൈറ്റിലും ഓൺലൈൻ സ്റ്റോറുകളിലും നിങ്ങൾക്ക് iPhone 17e ഓർഡർ ചെയ്യാം. 14 ഈ ഒരു ഡിവൈസ് അവൈലബിൾ ആവുന്നത്. മേ ബി നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 14 ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 14-15 ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിലേക്ക് ഈവൻ ഇന്ത്യയിലാണെങ്കിൽ പോലും കൊറിയർ ചെയ്ത് നിങ്ങൾക്ക് സാധനം കിട്ടും. അല്ല നിങ്ങൾ ഈ പറയുന്ന പൂനെ, മുംബൈ, ബാംഗ്ലൂർ എന്നീ പറഞ്ഞ സ്ഥലങ്ങളിലാണെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഈ ഒരു പ്രൊഡക്റ്റിന് ഇന്ത്യൻ റുപ്പീസിൽ വരുന്നത് 65,000 രൂപയാണ്. ബേസ് വേരിയൻ്റ് ആയിട്ട് വരുന്നതും 256 GB ആണ്. ആ ഒരു കാര്യം ആപ്പിൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. 112 GB അല്ലെങ്കിൽ 128 GB നിന്ന് ഈ പറഞ്ഞ 256 GB ആപ്പിൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റോറേജും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് യൂസ്ഫുൾ ആവും. ആൻഡ് ഫൈനൽ കാറ്റഗറിയാണ് ആക്സസറീസ് എന്ന് പറയുന്നത്. iPhone 17eന് വേണ്ടിയല്ല, 17 സീരീസിന് വേണ്ടി, അതായത് iPhone 17 മാത്രമായിട്ട് 3 കേസും ആപ്പിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇലക്ട്രിക് ലാവൻഡർ എന്ന് പറയുന്നത്, രണ്ടാമത്തെ വാനില എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഗുവ അല്ലെങ്കിൽ ബ്രൈറ്റ് ഗുവ എന്ന് പറയുന്ന 3 കളർ കേസുകളും ആപ്പിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം 2026 മാർച്ച് 2 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനിയും പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാണ്ട്. സോ കറക്റ്റായിട്ടുള്ള അപ് ടു ഡേറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തൊട്ട് കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനും മറന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Ebin Sevia signing from Evika.